ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് യോക്കാണ്. അതിനായിട്ട് ഒരു 3 സബോള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 4 ക്യാരറ്റ് ചീകി എടുത്തിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പിടി മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പും അതുപോലെ കുറച്ച് ഒരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ബ്രെഡാണ്. ബ്രെഡിൻ്റെ സൈഡ് ഭാഗമൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് അതൊക്കെ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു 8 ബ്രെഡാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. അതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ആ വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളയാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ആ ബ്രെഡ് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് മുട്ടൻ്റെ വെള്ളം കൂടി ആവശ്യമുണ്ട്. ഞാനിവിടെ 3 മുട്ടൻ്റെ വെള്ളയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടാവുന്ന സമയത്ത് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ചെറുതായിട്ട് ചെറിയൊരു വട്ടത്തിൽ പരത്തിയെടുക്കാം. ഇതുപോലെ ഒന്ന് പരത്തി വെച്ച ശേഷം നമ്മൾ നേരത്തെ എഗ് വൈറ്റ് എടുത്ത സമയത്ത് എഗ് യോക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് അടച്ച് വെക്കാം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതുപോലെയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് 1 മിനിറ്റ് കഴിയുന്ന സമയത്ത് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.